എൻ്റെ ചേട്ടത്തി ആ രാമേണ്ണ ഇക്കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ചുമ്മാ ഇടർക്കാം. ഇങ്ങനൊരു കുടുംബത്തിലാണല്ലോ ദൈവമേ ഞാൻ വന്ന് കയറിയത്. അതെ കൊച്ചേ, കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് കുടുംബത്തിനെ മൊത്തം അടച്ചാക്ഷേപിക്കല്ലേ, അത് ശരിയല്ല. ഈ പറഞ്ഞ ഒരാളെന്റെ ഒരേ ഒരു അമ്മായച്ചനല്ലേ, അപ്പൊ കുറച്ച് വിഷമമുണ്ട്. കുറച്ചേരൊന്നും മിണ്ടാതിരിടി. ഞാൻ എന്തൊത്തിനാ മിണ്ടായിരിക്കുന്നത്? ഞാൻ ഉണ്ട് ഇത്. ഈ നീലമ്മ എന്താ തലയ്ക്ക് കൈ വെച്ചോണ്ടിരിക്കുന്ന ഒന്നും പറയില്ലേ? എനിക്കെന്താ തല കൈ വെച്ചൂടെ? കൊച്ചിൻ്റെ തല കയ്യിലാണോ വെച്ചത്? എൻ്റെ കൊച്ച എൻ്റെ ഇതെല്ലാം കൂടെ കേട്ടിട്ട് എൻ്റെ തല മരവിച്ചിരിക്കുകയാണ്. നീ എങ്ങനെ ഓഫീസിലേക്ക് ചെന്ന് കയറുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ലെന്നേ. മിക്കവാറും ജോലിയൊക്കെ രാജിവെച്ച് വീട്ടിൽ ഒത്തിരിക്കേണ്ട അവസ്ഥയാവും. പാവം അമ്മ, രാജിക്കത്ത് കൊടുക്കാൻ പോലും ഓഫീസിന്റെ പടി ചവിട്ടാൻ അമ്മയെ കൊണ്ട് പറ്റൂല. അതിന് ഓഫീസിൽ പോകേണ്ട കാര്യമില്ലല്ലോ, മെയിൽ ചെയ്താൽ പോരെ, അവര് വായിക്കൂലേ? അതെ, അമ്മ രാജിക്കത്തും കൊടുത്ത് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ മക്കൾ ഓമെന്നൊന്നും ജീവിക്കുമായിരിക്കും. പട്ടിണി കിടന്ന് ചത്തുവും കൊച്ചുങ്ങളെ. അതാണാടാ ഇപ്പൊ വലിയ കാര്യം നിന്റെ. ആണോടാ? മനുഷ്യൻ ജീവിക്കണത് പിന്നെ ഉണ്ടായിക്കല്ലേ. നീക്ക് എന്തായാലും പട്ടിണി കിടക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ആയുഷ്കാലം മുഴുവനും കഴിക്കാനുള്ള വക പടവലത്ത് കിടപ്പുണ്ട്. എല്ലാരും കുടിക്കണതും കഴിക്കണ കാര്യമൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നോ? ഈ നാറ്റ കേസ് എങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ സാഹിത്യ രംഗത്തെ ഭാവിയെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ അച്ഛന്റെ ഭാവിയും ഭൂതവും എന്താവും അറിയാതിരിക്കുമ്പോഴാണ് ചേച്ചിയുടെ സാഹിത്യ രംഗത്തെ ഭാവി. എന്തായാലും ഇവിടെ എന്തെങ്കിലും പണി നോക്കണം, അല്ലാതെ നാട്ടിൽ പോയി ആ കടയിൽ കയറിയിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ഇവിടെ ഇത്രയും വലിയൊരു ചർച്ച നടക്കുന്നത്, എന്തോ അതിനകത്ത് കുത്തിക്കൊണ്ടിരിക്കുന്നേ? ബാലുവച്ചൻ ഒരു സ്ത്രീയുടെ അപമര്യാദയായിട്ട് പെരുമാറിയല്ലോ, അതിന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ നോക്കിയതാ. എൻ്റെ കൊച്ചെ, അവ ഇപ്പോൾ കോംപ്രമൈസിന് പോയിട്ടല്ലേ ഉള്ളൂ, അതൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ. കുറച്ച് സമയമാവും അതൊക്കെ. കുറച്ച് കഴിഞ്ഞ് നോക്കാടി. സ്റ്റെല്ല മാഡത്തിന്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയിട്ട് എന്തായി ബാലു? സ്റ്റെല്ല മാഡത്തിന്റെ അടുത്ത് ചർച്ചയ്ക്ക് പോയിട്ട് എന്തായെന്ന് ഇതാര് പറഞ്ഞു? അല്ല, വെറുതെ നാട്ടുകാരെ വായിന്ന് അറിയുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ എൻ്റെ വായിന്ന് അറിയുന്നത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടത്തിനടുത്ത് അങ്ങ് പറഞ്ഞു. എന്നാലും എൻ്റെ ബാലു. ഞാൻ പറയണ നീ ഒന്ന് കേക്കുവോ? ഓ കേക്കാം കേക്കാം, ബാലു പറ. എല്ലാം ഒപ്പിച്ച് വെച്ചതും പോരാഞ്ഞിട്ട് കോംപ്രമൈസിന് പോയല്ലേ? അയ്യോ, എല്ലാവരും കൂടെ എൻ്റെ തലേ തീ കോരി ഇടരുതേ. ഞാൻ പറഞ്ഞത് കേള്. രാത്രി ഞാൻ സ്റ്റെല്ല മാഡത്തിനെ വിളിച്ചെന്ന് പറഞ്ഞത് സത്യം തന്നെ. അത് വർക്ക് സൈഡിലെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതല്ലേ. പാതിരാത്രിക്കാണോ വർക്ക് സൈഡിലെ കാര്യം വിളിച്ച് പറയാ? അയ്യോ, വിളിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, മണി 11:30 അപ്പം ഞാൻ കട്ടിങ് ചെയ്ത്. അത് നിങ്ങൾ വിചാരിക്കുമ്പോൾ വേറെ ഒന്നും ഇല്ലായില്ലേ. എന്നിട്ട് അങ്ങനൊന്നും അല്ലല്ലോ ചിറ്റപ്പൻ പറഞ്ഞത്. ഈ അവനൊക്കെ വല്ലതും കേട്ടോണ്ടാ പറഞ്ഞത്. വാനും തൂമ്പും കേട്ടോണ്ട് നിങ്ങൾ പറയണൊക്കെ നിങ്ങൾ വിശ്വസിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുള്ള സമയം വരുമോ? കേട്ടോനെ, സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. എന്തോ തെറ്റിദ്ധാരണയുടെ പേരിലാണ് ആ സ്റ്റെല്ല മാഡം എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവരെ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയോ? പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന്. അപ്പോൾ അവരെ അമ്മ മാത്രമേ അവിടെ വീട്ടിലുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ കയറി അകത്തിരിക്കാൻ പറഞ്ഞ് എന്നെ അകത്താക്കിയിട്ട് അവർ ഇവിടെ അതോ ഇവിടെ അയൽക്കൂട്ടത്തിലാ എവിടെയൊക്കെ ഇറങ്ങി പോകണുണ്ട്. ഞാൻ സെറ്റ് ചെയ്തൊന്ന് മയങ്ങിപ്പോയി. അപ്പോൾ കാണാൻ സ്റ്റെല്ല മാഡം കയറി വന്നപ്പോൾ എന്നെ കണ്ട് ആരെ വീട്ടിനകത്ത് കയറാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കി. ഞാൻ വീട്ടിൽ അതിച്ചപ്പോൾ കയറി ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ബെസ്റ്റ്. കോംപ്രമൈസ് ചെയ്യാൻ പോയ ആളുടെ തലയിൽ അടുത്ത കേസായി. എന്നിട്ട് ഞാൻ പറഞ്ഞ വഴി പറയാന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ മനസ്സിലാക്കാൻ വിളിച്ചു കേസ് കൊടുക്കണം മോനെ എന്ന് പറഞ്ഞു എന്നെ ചീത്തയെ വിളിച്ചു. അതാ ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. ഈ സ്റ്റെല്ല മാഡം സത്യം പറഞ്ഞാൽ അവർക്ക് ഈ സംഘടനയായിട്ടൊക്കെ നല്ല പിടിപാടാണേ. അല്ല, എനിക്കറിയാവരെ അവർ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും. എടി, നിനക്ക് അറിയാതിരുന്നാണ് ഇത്ര ഉണ്ടായിരുന്നത് നീ. ഞാനെന്തിനാ മിണ്ടണത്? എന്നോട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞോ? എന്നോട് നിങ്ങളൊരു കാര്യവും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ സുരേന്ദ്രൻ പറഞ്ഞ് അറിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം സംസാരിച്ച്, അത്രേ ഉള്ളൂ. ശേ നീലുവേ, ഞാൻ നീ അറിയാതെ എങ്ങനെയും കോംപ്രമൈസ് ആക്കാൻ നോക്കിയതാണ്. പക്ഷെ നടന്നില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ വഴിയെ കോംപ്രമൈസ് ആവും. നീ സ്റ്റെല്ല മാഡം നീ വിളിച്ച് ഒന്ന് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി. ഈ നടന്നേക്കൊന്ന് നീ ഒന്ന് പറ. ഹാ, എന്തായാലും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യമായിപ്പോയില്ലേ, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? സത്യം പറയാൻ നീലു, എനിക്ക് നിന്റെ ഭർത്താവിൻ്റെ ജീവിച്ച് കോതി തീർന്നില്ലടി. അങ്ങനെ പറഞ്ഞെന്നെ സൂപ്പിക്കണ്ട, ഞാൻ പറഞ്ഞോളാം കേട്ടാ. ഒരു കാര്യം അറിയാതെ പറയരുത് കേട്ടാ. സത്യം പറയാനില്ല, എനിക്ക് നിന്നോട് ജീവിച്ച് കോതി തീർന്നില്ല.